ദേ സച്ചേട്ടാ, ആ ഇങ്ങോട്ടൊന്ന് നോക്കിക്കുകയെന്ന് രേവതി വിളിക്കുകയാണ്. അന്നേരത്തേക്കിന് എൻ്റെ ഹൽവ പോയി എന്ന് പറഞ്ഞിട്ട് സച്ചേട്ടൻ പണങ്ങി കിടക്കുക കേട്ടോ. പിന്നീട് നമ്മുടെ ശ്രുതിയും അതുപോലെ ശ്രുതിയും ഒക്കെ ഹൽവയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റൂമിൽ വന്നിരിക്കുകയാണ്. ആരാണോ ആ ഹൽവ മേടിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചതെന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രുതി പെട്ടെന്ന് പറയുകയാണ്, ഞാനാ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചതെന്ന് പറയും കേട്ടോ. ശ്രുതിയാണോ ഹൽവ അവിടെ കൊണ്ടുവന്ന് മേടിച്ച് വെച്ചത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതെ, ഒരുപാട് നാളുകളായില്ലേ ഹൽവയൊക്കെ കഴിച്ചിട്ട്, അപ്പം നിനക്ക് ഒത്തിരി ഇഷ്ടമാണല്ലോ ഹൽവ, അതുകൊണ്ട് മേടിച്ചതെന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിനും നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുന്നതാട്ടെ, ഏതാണോ ആ കഥ ഭാഗ്യവാൻ, ആരായിരിക്കും അത് മേടിച്ചുകൊണ്ട് വെച്ചേ എന്നൊന്നും അറിയത്തില്ല, എന്താണെങ്കിലും അവൻ ഒരു കഥ ഭാഗ്യവാൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ടേ. നമ്മുടെ ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനിങ്ങനെ ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഹൽവ എടുത്ത് കഴിച്ചതും അതിൻ്റെ കഥ ഭാഗ്യവാനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് നമ്മുടെ സച്ചിനെയാണ് കാണിക്കുന്നത്. സച്ചിൻ രേവതി ഇങ്ങനെ കിടക്കുവാണല്ലോ, പരസ്പരം ഹൽവയും പോയി, ഇനി എന്താ ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെ കിടക്കുകയാണേ. വീണ്ടും സച്ചി ഇങ്ങനെ തിരിഞ്ഞ് കിടക്കും കേട്ടോ. അന്നത്തേക്കിനും രേവതി ഒന്നും ഉറങ്ങിയിട്ടില്ലേ. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കും കേട്ടോ സച്ചിയേട്ടനെ. അപ്പോഴത്തേക്കിനും സച്ചി പിന്നെ എണീച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ കീറുമ്പി കാണിക്കും കേട്ടോ. രേവതി ഇങ്ങനെ കണ്ണുകൊണ്ട് മേലോട്ടൊക്കെ കാണിക്കും, പിരിയോ ഇങ്ങനെ നിവർത്തിയൊക്കെ കാണിക്കും കേട്ടോ, എന്താന്നുള്ള ഭാവത്തിൽ. അപ്പോഴത്തേക്കിനും ഒന്നുമില്ലെന്നുള്ള രീതിയിൽ സച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രമതി അമ്മേനെയാണ്. ചന്ദ്രമതി അമ്മയ്ക്ക് രാത്രിക്ക് കിടന്നിട്ട് ഇങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഗ്യാസിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുവാണേ. എന്താ ചന്ദ്ര, എന്തെന്നെ ലൈറ്റ് ഇട്ടേന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛനും എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. എന്തോ ഉരുണ്ട് കയറുന്ന പോലെ എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിന് അച്ഛൻ പറയുന്നുണ്ട്, എന്തോന്നുമല്ല ഗ്യാസാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും, കിടക്കണ്ട, ഇതുവഴിയൊക്കെ എണീച്ച് നടക്കാൻ ഇങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിന് നമ്മുടെ ചന്ദ്രമതി അമ്മ പറയുവേ, ഞാൻ ഇവിടെ നടക്കുന്നില്ല, ഹാളിൽ നടക്കാമെന്ന് പറയും കേട്ടോ. അന്നത്തേക്കിന് അവിടെ ആ പിള്ളേർ കിടന്ന് ഉറങ്ങുമല്ലേ സച്ചിൻ രേവതിയും എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിന് അവരങ്ങോട്ടേക്ക് അതിന് കുഴപ്പമില്ല, അവരവിടെ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അമ്മ താഴോട്ട് പോവുകയാണ്. അപ്പോഴത്തേക്കിനും രേവതി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിനെ പിടിക്കാനായിട്ട് ചെല്ലുവാണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെ തൊടുമ്പോഴത്തേക്കിനും രേവതി എണീക്കുക എന്ന് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുഖം നോക്കിയിട്ട് കിടക്കുകയാണ് കേട്ടോ. പിന്നെ പതിയെ സച്ചി ഇങ്ങനെ കൈയൊക്കെ എടുത്ത് രേവതിയുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ഇടും കേട്ടോ. വന്നിട്ട് രണ്ടാളും കൂടെ ഇങ്ങനെ ഉമ്മ കൊടുക്കാൻ പോകുന്ന പോലെയൊക്കെ ചെല്ലും കേട്ടോ. അപ്പോഴത്തേക്കിനാണ് നമ്മുടെ ചന്ദ്രമതി അമ്മ യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണേ. അതെ, ഈ അർദ്ധരാത്രിക്ക് എന്താ ഒരു നടത്തം, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഞാൻ നടന്നല്ലെന്താ, ഇരുന്നല്ലെന്താ, നിനക്കെന്താ, നീ കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി അമ്മയും പറയുകയെ. അതെന്തെങ്കിലും നമ്മുടെ സച്ചിയുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് നമ്മുടെ രേവതിക്കാണെങ്കിൽ ചിരി വരും കേട്ടോ. അതെ, നിങ്ങളിങ്ങനെ തെരപ്പര ഹാളിൽ കൂടെ നടന്നു കഴിഞ്ഞാലേ എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്ന് ഇങ്ങനെ സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ഹാളിൽ കൂടെ ഇങ്ങനെ വന്നാൽ നിൻ്റെ എന്ത് കാര്യം നടക്കാത്തതെന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ചിരിക്കുക. ഒന്നരത്തേക്കിനും സച്ചി പറയും കേട്ടോ, നിങ്ങൾ അല്ലല്ല ഉറക്കം പോയാലേ ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് രേവതി എണീച്ച് ചെല്ലും കേട്ടോ. ഇത്തിരി ചൂടുവെള്ളം മതി എന്ന് പറയും. അപ്പോൾ രേവതി ചൂടുവെള്ളം ഉണ്ടാക്കാനായിട്ട് പോവുക. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ഇത്തിരി വെള്ളം, 2 ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരു മണിക്കൂർ നടന്നു കഴിയുമ്പോൾ ഉറക്കം വരും, അപ്പോൾ പോയി കിടന്ന് ഉറങ്ങാം എന്നിങ്ങനെ ചന്ദ്രമതി അമ്മ പറയുകയാണ്. ഇന്നത്തേക്കിന് അത് ശരി, അതിന്ന് ശിവരാത്രി ആക്കാനുള്ള പണിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുന്നുണ്ട്. എന്താണെങ്കിലും നമ്മുടെ ചന്ദ്രമതി അമ്മ തീർത്ത് ഉറപ്പിച്ചിട്ട് തന്നെയാണ്. എന്താ ഇവരെ ചെയ്യേണ്ടത്, കഴിഞ്ഞ ജന്മത്തിൽ ഇവരെൻ്റെ ശത്രു ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ ഇവരെങ്ങനെ എനിക്ക് ഇപ്പോൾ പണി തരുമോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അന്നത്തേക്കും ചന്ദ്രമതി അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഏമ്പക്കം വിട്ടുകൊണ്ട് നടക്കുവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇനി ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യമൊക്കെ കാണിച്ചിട്ട് നമ്മുടെ പായം തലവണൊക്കെ ചുരുട്ടി എടുത്തുകൊണ്ട് മേലോട്ട് പോവുകയാണേ. അതിനകത്തേക്കും നമ്മുടെ രേവതി ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും നമ്മുടെ ചന്ദ്രമതി അമ്മ രാവിലെ പാരാത്രിക്ക് മുഴുവൻ ഉറക്കളച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നേ. പിന്നീട് നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ബാമാൻ്റെ ഉണ്ടല്ലോ, ബാമാൻ്റെ നമ്മുടെ ചന്ദ്രമതി അമ്മേനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നോക്കിയിട്ട് നല്ല ഇട്ടിയാണ് കൊടുക്കുന്നത്, തലങ്ങും വിലങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അച്ഛനും അതുപോലെ സച്ചിയും രേവതിയും ശ്രുതിയും എല്ലാവരും, വർഷയും ശ്രീകാന്തും എല്ലാവരും ഇങ്ങനെ അടുത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പുറത്തിനിട്ട് നോക്കി നല്ല ഇടിയാണ് കൊടുക്കുന്നത്.
അതെ ചന്ദ്ര, രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുള്ളൂ, അല്ലാത്ത വേറെ ഒന്നും കഴിക്കല്ലേ എന്നൊക്കെ പറയുവേ. ഈ കുടുങ്ങി കിടക്കുന്ന ഗ്യാസ് അങ്ങനെയൊന്നും പോകത്തില്ല എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ ഭാമാൻ്റെ ഇങ്ങനെ പുറത്തിനിട്ട് ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും സച്ചി പറയും, അല്ലെങ്കിൽ ആ ലെഗ് പീസ് വലിച്ച് കടിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ആൻറ്റി നല്ല ഇടി കൊടുത്തോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ്. അപ്പോഴത്തേക്കിനും ഭാമാൻ്റെ നല്ല ഇടി കൊടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. എന്നിട്ടൊന്നും നമ്മുടെ ചന്ദ്രമതിയമ്മയുടെ ഇങ്ങനെ ഗ്യാസ് പോകുന്നില്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി ഇടിക്കാനായിട്ട് പറയണം കേട്ടോ. അപ്പം നമ്മുടെ രേവതിയോട് സച്ചി പറയുക, രേവതി നീ ചെന്ന് ഇടിക്കാൻ പറയും കേട്ടോ. അന്നത്തേക്കും ഞാനോ ഇപ്പോൾ ഒന്ന് പോകാൻ സച്ചിയേട്ടാന്ന് പറയും കേട്ടോ. എപ്പോഴും അവസരമൊന്നും കിട്ടത്തില്ല, വേണമെങ്കിൽ നീ ഒന്ന് ട്രൈ ചെയ്തോളാന്നൊക്കെ പറയേ. അന്നത്തേക്കിനും നമ്മുടെ രേവതി ഒന്നും പോകത്തില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ശ്രുതിയോട് പറയുക, ശ്രുതി ഒന്ന് പോയി ഇടിക്കാൻ പറയുമ്പോഴത്തേക്കിനും ശ്രുതി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും കേട്ടോ. ഇപ്പം എന്താ വേണ്ടത്, അമ്മേനെ ഇടിക്കണം അത്രയല്ലേ ഉള്ളൂ, ഞാൻ പോയിട്ട് ഇടിക്കാന്ന് പറഞ്ഞിട്ട് 2 കൈയൊക്കെ ചുട്ടിക്കെട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് വിളിക്കുക, ശ്രുതി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കും കേട്ടോ. നീ ഒന്ന് ബോക്സിങ്ങിന് പോകുന്ന പോലെയൊക്കെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ചന്ദ്രമതി അമ്മ ഇടി കൊള്ളാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണേ. ഇത്തിരി സോഡ എടുക്കണ്ട, സോഡ കുടിച്ച് നോക്കിയാൽ ശരിയാവും, അതൊക്കെ കൊടുത്തു ശ്രുതി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അല്ലെങ്കിൽ ജീരകവും ഒക്കെ ഇട്ടിട്ട് ഒരു ചുക്ക് ഈ ഗ്യാസ് പോകാനുള്ളൊരു പൊടിമരുന്നുണ്ടായിരുന്നു, അതുണ്ടാക്കി തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ ശ്രീകാന്ത്. അന്നേരത്തേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇന്നലെ വൈകിട്ട് തന്നെ അതെല്ലാം കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. രവിയേട്ടൻ വന്നൊന്ന് ഇടിക്കുകയെന്ന് പറയും കേട്ടോ. അന്നേരത്തേക്കും അച്ഛനൊന്നും വരത്തില്ല എന്ന് പറയും കേട്ടോ. എന്നാൽ പിന്നെ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കും കേട്ടോ. ഇത് അങ്ങനെ ഇങ്ങനെ ഒന്നും തീരത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി എണീച്ചിട്ട് പറയുകയാണ്, ഇതുപോലൊക്കെ എടുത്തിട്ട് 2 കൂത്തെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതിയമ്മ ചാടി എണീക്കുമ്പോഴത്തേക്കിനും ഗ്യാസ് പോവുകയാണ്. അങ്ങനെ എല്ലാവരും പറയാം, ഗ്യാസ് പോയി എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അച്ഛാ ഗ്യാസ് പോയി, ഇതിൻ്റെ പേരാണ് വെട്ടൽ വൈദ്യം. അച്ഛാ നോക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന്. പിന്നീട് നമ്മുടെ വർഷയുടെ അമ്മയാണ് വരുന്നത്. വർഷയുടെ അമ്മ വരുമ്പോഴത്തേക്കിനും കയറ്റിയിരുന്നൊക്കെ ഉണ്ട് നമ്മുടെ ചന്ദ്രമതി അമ്മ. എന്നിട്ട് നമ്മുടെ ജ്യൂസ് വേണമെന്നൊക്കെ ചോദിക്കുവാണേ. അപ്പോൾ ജ്യൂസൊന്നും വേണ്ട, ഇപ്പോൾ ഇരിക്കുക, എനിക്ക് ചന്ദ്രയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറയണം കേട്ടോ. താലിമാറ്റൽ ചടങ്ങിൻ്റെ കാര്യം എന്തായി എല്ലാവരോടും സംസാരിച്ചു എന്നൊക്കെ ചോദിക്കുക. എല്ലാവരും സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്നൊക്കെ പറയുവേ. നമ്മുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും നമ്മുടെ ബന്ധുക്കാരുടെയും സ്വന്തക്കാരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ വർഷം പോയ വീട് നല്ല വീടാണെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. നല്ല പ്രശ്നം ഉണ്ടാകും എന്നല്ല പറയുന്നത്, എന്നാലും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതിയമ്മ പറയുക, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, സച്ചി, അവനല്ലാതെ വേറെ ആരും ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും ചൂണ്ടിക്കാണ്ടി പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ധൈര്യമായിട്ട് എന്തൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ നമ്മുടെ ചന്ദ്രമതി അമ്മ. ഒരു ചടങ്ങിൽ നിങ്ങളെ അസ്വസ്ഥരാക്കുന്ന ആരും ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുകയാണേ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല, ഇത് ചന്ദ്രമതിയുടെ വാക്കാണ് എന്നൊക്കെ പറയുവാണേ. പിന്നീട് നമ്മുടെ ഇങ്ങനെ ചന്ദ്രമതിയമ്മ ആലോചിക്കുകയാണ്, എന്ത് വില കൊടുത്തിട്ടും ഒരു ഫംഗ്ഷന് സച്ചി പങ്കെടുക്കരുത്, അതിനെന്താ ഒരു വഴി. രവിയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ രവിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി അനുസരിക്കും എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവിയേട്ടൻ വരുന്നുണ്ട്. അന്നത്തേക്കിനും ഇങ്ങനെ വേർത്തിട്ടിങ്ങനെ ക്ഷീണിച്ചിട്ടാണൊക്കെ വരുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ രവിയേട്ടൻ എന്ത് പറ്റി, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കയ്യിലെ വേർപ്പൊക്കെ തൂക്കുവാണ്. എന്നാലും പറയും, എൻ്റെ ചന്ദ്രൻ നടന്നു കഴിഞ്ഞാൽ ഇത്ര വേർപ്പൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ രവിയേട്ടൻ ഒരു കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പേരിലൊരു ബുക്ക് ഇറക്കാൻ പോകാമെന്ന് പറയാം. എൻ്റെ പേര് വെച്ചിട്ട് ബുക്ക്, അതേ തന്നെ ചന്ദ്രയുടെ 1001 കോമഡികൾ വായിക്കട്ടെ, വായനക്കാരെല്ലാവരും കൂടെ കുത്തിയിരുന്ന് വായിച്ച് ചിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ രവിയേട്ടൻ പറയുകയാണേ. പിന്നെ നമ്മുടെ രവിയേട്ടന് സോപ്പിടുക എന്നുള്ളതാണ് മുഖ്യ ലക്ഷ്യം. രവിയേട്ടന് ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ഇത്തിരി ജ്യൂസൊക്കെ ഇട്ടുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയമ്മ ഉള്ളിലേക്ക് പോവുകയാണ്. നീ പെട്ടെന്ന് ചെല്ലുന്നൊക്കെ പറഞ്ഞിട്ട് രവിയേട്ടനും പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതിയമ്മ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രവിയേട്ടനാണെങ്കിൽ ചന്ദ്രമതിയമ്മേനെ ഒത്തിരി തരം താഴ്ത്തിക്ക് പറയുമ്പോഴും ഈ രവിയേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയമ്മ അവിടെ നിന്ന് തടി തപ്പുവാണ്.
അന്നത്തേക്കിനും രവിയേട്ടന് എന്തോ മനസ്സിലാകും കേട്ടോ, എന്തോ ഇവർക്ക് പറയാനുണ്ടെന്ന്. അപ്പോഴത്തേക്കിനും നീ ഒരു സൂപ്പ് എടുക്കുക, ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് പോയതല്ലേ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചൊക്കെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ജ്യൂസൊന്നും എടുക്കണ്ട, നീ ഇങ്ങനെ ഇരിക്കുക, ഇവിടെ വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രവിയേട്ടനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിനും നിനക്ക് എന്തോ എന്നോട് പറയാനുണ്ടല്ലോ, നീ എന്നെ കൂടുതൽ തമാശക്കാരനാക്കാതെ നീ കാര്യത്തിലേക്ക് വാന്നൊക്കെ ഇങ്ങനെ പറയുവേ. എന്താണെങ്കിലും കാര്യത്തിലേക്ക് വാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി അമ്മ പറയുന്നുണ്ട്, ഇന്ന് വർഷയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താലിമാറ്റി കെട്ടലിനെ പറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അവർ എല്ലാ ചിലവുകളും എടുത്തോളാം എങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ അതെങ്ങനെ ശരിയാവുന്ന, ശ്രീകാന്തിൻ്റെയും വർഷയുടെയും തന്നെയുള്ള പ്രോഗ്രാം ആയിരുന്നെങ്കിൽ അതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും കൂടെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങല്ലേ, അതിന് അവർ മാത്രം ചിലവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ കാര്യമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രവിയേട്ടനും പറയുകയാണേ. അതൊക്കെ അവർ വൃത്തിയാവണ്ണം നോക്കിക്കോളും എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നിങ്ങനെ പറയുക. അതൊന്നും അല്ല അവരുടെ പ്രശ്നം, അവരെ പേടിപ്പെടുത്തുന്ന മറ്റൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, അതെന്താണ് ആ പ്രശ്നം ചോദിക്കുകയെ. അതല്ല, ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് VIPsകളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനാണത്. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് അവർക്ക് പേടിയെന്ന് പറയുമ്പോൾ നമ്മുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, നമ്മുടെ സച്ചി നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിൽ കയറി ആരും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരത്തില്ല, നീ അതൊന്നെ ഓർത്ത് പേടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അതാ എനിക്ക് പേടി. പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സച്ചി ഉള്ളപ്പോൾ വെളിയിൽ നിന്ന് വേറെ ആരാ വരേണ്ടത്? അന്ന് റിട്ടയർമെൻറ്റ് ഫംഗ്ഷനും പ്രശ്നം ഉണ്ടാക്കിയതുപോലെ ഇതിനും പ്രശ്നം ഉണ്ടാക്കുമോ എന്നാണ് അവരുടെ പേടി എന്നിങ്ങനെ പറയുവേ. അതെന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത്? റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ എന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവനത് സഹിക്കാൻ വയ്യാതെ കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ച് പറഞ്ഞത്. അപ്പം അവനെ പ്രശ്നക്കാരനായിട്ട് ചിത്രീകരിക്കാനായിട്ട് നീ തയ്യാറാവരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുവേ. അത് എൻ്റെ സച്ചിയേട്ടൻ്റെ വണ്ടിയിലും വലിയ വലിയ ആൾക്കാരുകളൊക്കെ കയറാറുണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ അവരോട് പെരുമാറിയത് കൊണ്ടാണ് അവർ വിളിക്കുന്നതും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി അമ്മ പറയുക, നിന്നെ ഇപ്പോൾ ആരെങ്ങോട്ടേക്ക് വിളിച്ചെന്നേ? എൻ്റെ ഭർത്താവിന് മോശമായിട്ട് ചിത്രീകരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്കിനും അതിനെ പ്രതികരിക്കാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് രേവതി വരുന്നത്. സച്ചിയേട്ടൻ പ്രോഗ്രാമിന് വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പറയണം, അല്ലാതെ വെറുതെ സച്ചിയേട്ടനെ മോശക്കാരനാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ രേവതിയും പറയുന്നുണ്ടേ. എന്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നക്കാരനാണിവൻ, അതുകൊണ്ട് അവനെ പേടിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി അമ്മ പറയുകയാണേ. എന്താണെങ്കിലും വർഷയുടെ അമ്മ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നിങ്ങനെ രവിയേട്ടൻ പറയുകയാണ്. അല്ല രവിയേട്ട, ഇവിടെ നമ്മുടെ ഇങ്ങോട്ട് ഈ ഫംഗ്ഷൻ അവർ തീരുമാനിച്ചത് തന്നെ നമ്മുടെ വീടിനെ കയറി മുറിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കിനും എന്താണെങ്കിലും സച്ചിനെ ഇങ്ങനെ അവർ ഫംഗ്ഷന് വരണ്ടെന്ന് പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി അമ്മ പറയുന്നുണ്ട്, അല്ല രവിയേട്ട, അങ്ങനെയൊന്നും പേരൊന്നും എടുത്തൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല, പിന്നെ ഫംഗ്ഷൻ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട്, പുറത്തുനിന്നുള്ള ഒരാളിനെ പറഞ്ഞപ്പോഴത്തേക്കിനും നിനക്ക് നൊന്തോ? അപ്പോൾ സച്ചിനെ പറഞ്ഞപ്പോഴത്തേക്കും നിനക്കൊന്നും തോന്നിയില്ല എന്നൊക്കെ ചോദിക്കുവാണേ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷേ സ്വന്തം മകനെ തള്ളി പറഞ്ഞിട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ചന്ദ്രയെ നിന്നെ എനിക്ക് മനസ്സിലാവാത്ത എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് രവിയേട്ടൻ. രവിയേട്ട, ഇപ്പോൾ വേറെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അവർക്കൊരു ഒറ്റ മോളല്ലേ ഉള്ളൂ, വർഷയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പം സത്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒരു മാനക്കേടല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി അമ്മ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം നിനക്ക് എന്താ പ്രശ്നം? സച്ചി വരരുത് ഫംഗ്ഷന്, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ വെച്ചാൽ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, വർഷയുടെ താലിമാറ്റ ചടങ്ങിന് പ്രശ്നം ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്ന് കേട്ട പതി കേൾക്കാതെ പറയാം. എന്താ വെച്ചാൽ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അന്നത്തേക്കിനും ചന്ദ്രമതി അമ്മ പറയുവേ, ഇതിന് ഇവൻ്റെ പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് നോക്കി നടക്കുക, അതുകൊണ്ടാണ് ഇവൻ വരണ്ടെന്നിങ്ങനെ പറയുന്നത് അവർ പറഞ്ഞെന്നിങ്ങനെ പറയുവേ. അന്നത്തേക്കും ചന്ദ്രമതി അമ്മ അങ്ങനെ ദേഷ്യപ്പെടുവാണ്. ഇവൻ്റെ ഈ സ്വഭാവം തന്നെയാണ് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും നിനക്കിപ്പോൾ എന്താ വേണ്ടത്? സച്ചി വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നങ്ങനെ നോക്കുമ്പോൾ അത് പറയും കേട്ടോ. അന്നത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ടേ. അവൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. എന്താ സച്ചി നിനക്ക് പോകണമെന്ന് ചോദിക്കും, വേണ്ടെന്ന് പറയുവേ. അന്നത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരും കേട്ടോ. അതൊക്കെയാലും നന്നായി, അവനിനി വരാത്തതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി വെറുതെ വിടുന്നില്ല കേട്ടോ. അവിടെ നിനക്ക് ജോലിയും കൂലിയും ഇല്ലാതെ പാർക്കിൽ പോയിരുന്നതിന് കിട്ടിയ നാഷണൽ അവാർഡ് അതിങ്ങനെ എടുത്തുകൊണ്ട് വരിക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ശ്രേയസ്സൊക്കെ വാനോളം ഉയർത്തുന്ന മോനല്ലേ നീ, അതിന് കിട്ടിയ അവാർഡൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനൊക്കെ പറയുമ്പോഴത്തേക്കിനും അച്ഛൻ സച്ചി നീ ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ടേ.
സച്ചി നീ ഇങ്ങോട്ടേക്ക് വാ. ആ ഫംഗ്ഷൻ നടക്കുന്നതാണ്. നീ ബോംബെ ഹോട്ടലിൽ നിന്ന് ബിരിയാണി മേടിക്കുക. നീ മേടിക്കുന്ന കൂടത്തിൽ എനിക്കും മേടിച്ചോളാൻ പറയേ. അന്നേരത്തേക്ക് നമ്മുടെ ചന്ദ്രമതി അമ്മ ചോദിക്കുക, ഇതെന്താ രവിയേട്ടൻ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല, നീ വിചാരിച്ചോ ഞാനും വരുന്നില്ല എന്നിങ്ങനെ പറയുക. അന്നേരത്തേക്കും ചന്ദ്രമതി എന്നൊക്കെ ചോദിക്കും കേട്ടോ. എൻ്റെ മോനെ മാറ്റി നിർത്തുന്ന ഒരു സ്ഥലത്തേക്ക് ഞാനും വരത്തില്ല എന്നിങ്ങനെ പറയുവേ. എന്ത് രവിയേട്ടൻ എന്താ പറയുന്നത്, വർഷയുടെ അമ്മയോട് ഞാൻ എന്ത് പറയുന്നതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവിയേട്ടൻ പറയുന്നുണ്ട്, ഈ വീട്ടിൽ 2 ഡ്രൈവർമാരുണ്ട്, ഒന്ന് ടാക്സി ഡ്രൈവറും ഇന്നൊന്ന് KSRTC റിട്ടയേർഡ് ഡ്രൈവറും. ഞങ്ങൾ 2 ഡ്രൈവർമാർ കാരണം ആരുടെയും നിലയും വിലയും പോകണ്ടെന്ന് കരുതിയിട്ട് മാറി നിൽക്കുകയെന്ന് അവരോട് പറഞ്ഞാൽ മതി എന്നിങ്ങനെ നമ്മുടെ അച്ഛൻ പറയുവേ. സച്ചേട്ടനും അച്ഛനും പോകാത്ത ഫംഗ്ഷനിലേക്ക് ഞാനും വരുന്നില്ല എന്ന് രേവതിയും പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി ഇങ്ങനെ പറയും, ബിരിയാണി ഇപ്പം 3 ആയല്ലോന്നേ. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനാണ് വർഷം ശ്രീകാന്തും കൂടെ വെളിയിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും ഞങ്ങളില്ലാത്ത ഒരു സംസാരം എന്താ, ഇവിടെ ഒരു മീറ്റിംഗ് എന്താണെന്നൊക്കെ ഇങ്ങനെ വർഷം ചോദിക്കും കേട്ടോ. വർഷം എന്നത്തേക്കിനും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണേ. എന്നിട്ട് നമ്മുടെ അച്ഛനിങ്ങനെ, ശ്രീകാന്തേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. എന്താ അച്ഛൻ ചോദിക്കുക, എനിക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും കേട്ടോ. അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുവേ. അന്നേരത്തേക്കും നമ്മുടെ വർഷം പറയും കേട്ടോ, എനിക്കും ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, കുടുംബത്തിലൊരാളെ മാറ്റി നിർത്തുന്ന ആ ചടങ്ങിലേക്ക് എനിക്ക് വരാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുവേ. അല്ല എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെ ആരാ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ വർഷ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ആരും ഒന്നും മിണ്ടാൻ നിൽക്കുവാണ്. അപ്പോൾ രേവതി ഇങ്ങനെ പറയേ, സച്ചേട്ടൻ പ്രോഗ്രാമിന് ഫംഗ്ഷന് വരണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് പറയും കേട്ടോ. ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വർഷയുടെ അമ്മയാന്ന് പറയുവേ. അമ്മ അങ്ങനെയൊന്നും പറയത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. അന്നത്തേക്കിന് ശ്രീകാന്തും ചോദിക്കും, എന്താ വർഷ ഇത്, നിൻ്റെ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ അമ്മേനെ ഇപ്പം തന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ വർഷ ഫോൺ എടുക്കാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആരെയും വിളിക്കാനൊന്നും നിൽക്കേണ്ട, ഇവനെ അവിടെ പ്രോഗ്രാമിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി ഞാൻ തന്നെ അങ്ങനെ പറഞ്ഞതെന്നിങ്ങനെ ചന്ദ്രമതി അമ്മ പറയുവേ. പിന്നെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒത്താശയായിട്ട് പറയുവേ, ചന്ദ്രമതി അമ്മേനെ ആരും കുറ്റമൊന്നും പറയണ്ട, എന്ത് പ്രശ്നമാണ്, എന്ത് ഫംഗ്ഷൻ വെച്ചെന്നാലും എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചിയുടെ ഒരു സ്ഥിര ഇടപാടല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇന്നത്തേക്കിന് അച്ഛൻ പറയും കേട്ടോ, ഇനി അതിനെ പറ്റിയിട്ട് ആരും ഒന്നും സംസാരിക്കേണ്ടതാ, കുടുംബത്തിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കിന് അങ്ങനെ ആരെയും മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയുവേ, അച്ഛ അങ്ങനെയൊന്നും പറയില്ല, അതൊക്കെ നാണക്കേടാണ്, ഇനിയിപ്പോൾ എന്നെ ആരും മാറ്റി നിർത്തുമൊന്നും വേണ്ട, ഞാൻ ആ ചടങ്ങ് അങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറയും. നമ്മൾ ടാക്സി ഡ്രൈവർമാരെ ഉള്ളിൽ കയറി ഇരുന്നാലും വീർപ്പ് മുട്ടും, അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ പൊങ്ങച്ചക്കാരൊക്കെ ഒന്നും കാണണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ശ്രീകാന്ത് പറയുവേ, സച്ചേട്ടൻ എന്തൊക്കെ ഇത് പറയുന്നത്, സച്ചേട്ടനില്ലാതെ ഞാൻ ഈ പ്രോഗ്രാമിന് പോകുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷം വന്നിട്ട് പറയുവേ, നമ്മുടെ കല്യാണത്തിനാണെങ്കിലും കുടുംബം കൂടെ ഇല്ലാതെ തന്നെ വിഷമം തീർത്ത് രേവതി ചേച്ചിയാണ്, അപ്പം ചേച്ചി ഇല്ലാതെ ഞാൻ ഈ ഫംഗ്ഷൻ നടത്തുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം കൂടെ നിൽക്കുവേ. എൻ്റെ ഭർത്താവിന് സ്ഥാനം ഇല്ലാത്തടത്ത് ഞാനും എങ്ങനെയാണ് വരുന്നത്, സോറി വർഷ എന്നിങ്ങനെ പറയുവേ. എന്നിട്ട് അച്ഛൻ വിളിച്ചിട്ട് പറയും, ശ്രീകാന്തെ ഞങ്ങളില്ലാത്തതിൻ്റെ കുറവുകളെല്ലാം നിൻ്റെ അമ്മ പരിഹരിച്ചോളും, അമ്മ എന്തിനാ ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. കണ്ടോ ഞാനാണ് ഇപ്പോൾ പ്രശ്നക്കാരെ, ഇനിയിപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് എല്ലാം അറിയാം, നിങ്ങൾക്കെല്ലാം നേടി കാണാം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുകയാണേ. സച്ചേട്ടനെ മാറ്റി നിർത്തിയിട്ടുള്ളൊരു ഫംഗ്ഷൻ എനിക്ക് വേണ്ടമ്മ, നിങ്ങളെല്ലാവരെയും മാറ്റി നിർത്തിയിട്ടുള്ള കല്യാണം കഴിച്ചതിൽ എനിക്ക് എത്രത്തോളം സങ്കടമുണ്ടെന്ന് എനിക്കത് പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല, അതുകൊണ്ട് എല്ലാവരും മാറി നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ ഇനി എനിക്ക് വേണ്ട, നല്ലതിനും ചീത്തയ്ക്കും എല്ലാം എൻ്റെ കുടുംബം എനിക്കൊപ്പം ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്തൻ നെഞ്ചിൽ കൈവച്ചിട്ടൊക്കെ പറയുകയാണ്. എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അമ്മയോട് സംസാരിച്ചോളാം എന്നിങ്ങനെ വർഷം പറയുമ്പോൾ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, അതല്ല സച്ചി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എനിക്കതും സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനും വരത്തില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, സച്ചേട്ടൻ വരത്തില്ലെന്ന് ആര് പറഞ്ഞു, എനിക്ക് വേണ്ടി സച്ചേട്ടൻ വരൂ എന്നൊക്കെ പറയുവാണേ. പിന്നെ ഞാനൊന്നും വരത്തില്ല, കല്യാണം കഴിച്ചപ്പോൾ നിനക്ക് ആരും വേണ്ടായിരുന്നല്ലോ, ഇപ്പം നിനക്ക് എല്ലാവരും കിട്ടി, ഞാൻ മാത്രം ഒറ്റ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇരുന്ന് പറയുന്നുണ്ടേ. നമ്മളില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ സച്ചിയുടെ കാലിൻ്റെ അവിടെ പോയിട്ട് ഇരിക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്